ഞങ്ങളന്ന് എഴുതിയെന്ന് പറഞ്ഞാൽ DMKയുടെ ഇലക്ഷൻ അഫിഡവിറ്റ് CPMനും CPIക്കും തലവേദനയാകുന്നു. 10 കോടിയും 15 കോടിയും കൊടുത്തു എന്ന് പറഞ്ഞിട്ട് അവരുടെ അഫിഡവിറ്റ്, ഇലക്ഷൻ കമ്മീഷൻ അഫിഡവിറ്റിൽ. പക്ഷെ അന്ന് CPMൻ്റെ പ്രകാശ് കാരട്ട് കാര്യം പറഞ്ഞ ഒരു അബദ്ധം പറ്റിയതാണ്, ചെയ്യാം. ഇപ്പം കോൺഗ്രസ് കാലാകാലങ്ങളിൽ ഇലക്ഷൻ നടത്തുന്നത് എന്താണ്? കോൺഗ്രസിൻ്റെ ഭരണഘടന അനുസരിച്ച് ഇലക്ഷൻ നടത്തിയേ പറ്റൂ. ഇല്ലെങ്കിൽ ആളുകൾക്ക് ചലഞ്ച് ചെയ്യാം കോടതികളിൽ. പീപ്പിൾസ് റെപ്രസെൻറ്റേഷൻ ആക്ടിൻ്റെ വയലേഷൻ ഇന്ന ക്ലോസ് അനുസരിച്ച് നടത്തിയെന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. ഇവരെല്ലാം ആൻസറബിൾ ടു കോർട്ടാണ്. നമ്മുടെ ഇലക്ഷൻ്റെ റൂൾ മാറ്റണം. അമേരിക്കൻ ഇലക്ഷൻ്റെ റൂളിലോട്ട് പോകണം. അമേരിക്കൻ ഇലക്ഷനിൽ കൃത്യമായി ഫണ്ടിങ് റൂൾസ് കൃത്യമാണ്, ഇത്ര കൊടുക്കാം. ഇങ്ങനെ ഒരു അഴിമതി നടന്നോ എന്നാണ് അവർ ചോദിക്കുന്നത്. ഇങ്ങനെയൊക്കെ നടക്കുമോ എന്നായിരുന്നു ആദ്യത്തെ ചോദ്യം. ഇത് ഡൽഹി BJPയുടെ ദേശീയ ഘടകത്തിലാണ് ഇങ്ങനെയൊരു സംഭവം റിപ്പോർട്ട് ചെയ്തെങ്കിൽ എന്തായിരിക്കും അവിടുത്തെ ഒരു പ്രതികരണം? അല്ല, ഇങ്ങനത്തെ റിപ്പോർട്ടുകൾ വരുന്നത് ഇവിടെ നിന്നാണ്. എങ്ങനെയാണ് പാർട്ടിയുടെ പണത്തിനകത്തുള്ള റിപ്പോർട്ട് വരുന്നത്? നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നമസ്കാരം കമ്മീഷണർ. നമ്മോടൊപ്പം ഉള്ളത് ഡൽഹിയിലെ മുതിർന്ന ഒരു മലയാളി മാധ്യമപ്രവർത്തകനാണ്. ദി പയനീർ എന്ന ദേശീയ മാധ്യമത്തിൻ്റെ ഡൽഹിയിലെ എഡിറ്ററാണ്. ഇപ്പോൾ തിരുവനന്തപുരത്തും ദി പയനീർ എഡിഷൻ ആരംഭിച്ചിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട് ചില അതിൻ്റെ സന്തോഷകരമായ ഒരു തുടക്കത്തിന് വേണ്ടിയിട്ടാണ് കമ്മീഷണർ ഇപ്പോൾ തലസ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നത്. നമ്മുടെ ഭാരത് ലൈവിൻ്റെ ചീഫ് എഡിറ്റർ ശ്രീലാപ്പള്ളിയുടെ ഭർത്താവാണ്. അങ്ങനെ ഒരുപാട് ഭാരത് ലൈവുമായി ഒരുപാട് ബന്ധങ്ങളുള്ള ഒരു മുതിർന്ന ജേർണലിസ്റ്റ് കൂടിയാണ്. എൻ്റെ ഒരു പഴയകാല സുഹൃത്ത് കൂടിയാണ്. അതെ, ഞങ്ങൾ ഒരുമിച്ച് ഏഷ്യൻ കേബിൾ വിഷനിലൊക്കെ ഉണ്ടായിരുന്നു 98-2000 കാലഘട്ടത്തിൽ. അപ്പോൾ അങ്ങനെ ഒരു ബന്ധവും ഞങ്ങൾ തമ്മിലുണ്ട്. എന്തായാലും നമുക്ക് ചില ആനുകാലിക സംഭവവികാസങ്ങൾ ശ്രീ ഗോപികൃഷ്ണനോട് നമുക്ക് ചോദിച്ച് അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ കൂടി പ്രേക്ഷകർക്ക് അറിയാൻ സാധിക്കുന്നതാണ്. നമസ്കാരം. ഡൽഹിയിലൊക്കെ ഈ ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെ കേരളത്തിലെ ഈ ഞാനിപ്പം പത്രങ്ങളിൽ കേരളത്തിൽ വന്നതിന് ശേഷവും ഞാൻ അറിഞ്ഞത് BJPയുടെ ഇലക്ഷൻ ഫണ്ടിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നം. അതെ, അത് ഞാൻ മനസ്സിലായി. അത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും ഈ സംഭവം ഇലക്ഷൻ ഫണ്ടിങ്, ഇതിൻ്റെ ബേസിക് പ്രോബ്ലം എന്ന് പറയുന്നത് സർക്കാർ നിയമം മാറ്റണം. ഈ ഇലക്ഷനിൽ ഇത്ര രൂപയെ ചിലവാക്കാവൂ. ആ പറയുന്ന തുക ഒന്നിനും തികയാത്ത തുകയാണ്, പ്രാക്ടിക്കൽ അല്ലാത്ത. അപ്പോൾ അങ്ങനൊരു തുക വരുന്നിടത്താണ് ഇതൊക്കെ വരുന്നത്. പിന്നെ ഇപ്പം BJPയുടെ ഫണ്ടിനകത്ത് നടന്ന മോഷണത്തിൻ്റെ കഥ ആണ് ഇപ്പം അത് ഇന്ത്യയിലല്ല, കേരളത്തിൽ പോലും ആദ്യമല്ല. കേരളത്തിൽ നടന്ന 2 കാര്യം ഈ പുതിയ തലമുറയ്ക്ക് അറിയില്ല. രാജീവ് ഗാന്ധിയുടെ കാലത്ത് പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധിയുടെ നിർദ്ദേശപ്രകാരം ഇവിടെ ഉണ്ടായിരുന്ന വീക്ഷണം, ഞാൻ ആളുടെ പേര് പറയുന്നത് ശരിയല്ല, വീക്ഷണം പത്രം പുനരുജ്ജീവിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി 87-ലോ 88-ലോ ഒരു നേതാവിൻ്റെ കൈവശം ഡൽഹിയിൽ നിന്ന് 4-5 കോടി രൂപ കൊടുത്തുവിട്ട്, ഞാൻ ആ പേര് പറയുന്നില്ല, അദ്ദേഹം അത് കഴിഞ്ഞ് എനിക്ക് അയാളോട്ട് എനിക്ക് വഴക്കുണ്ടാക്കാൻ അന്നത്തെ കോടികൾ. അപ്പോൾ അത് അദ്ദേഹം തിരുവനന്തപുരത്ത് നിന്ന് അല്ല ഡൽഹിയിൽ നിന്ന് കൊച്ചി വരെ ട്രെയിനിൽ വരേണ്ട അദ്ദേഹം പറയുന്നത് അദ്ദേഹം പാലക്കാട് പോലീസ് സ്റ്റേഷനിൽ പോയി പറഞ്ഞത് ചായ കുടിക്കാനായി ഇറങ്ങി ചായ കുടിച്ച് തിരിച്ചു വന്നപ്പോൾ എൻ്റെ പെട്ടി കാണുവാനില്ല. പക്ഷേ കോൺഗ്രസ് പാർട്ടിയിൽ ഉള്ള എല്ലാവർക്കും അറിയാം എന്താ സംഭവിച്ചതെന്നും. അത് പലപ്പോഴായി അദ്ദേഹം പിന്നീട് കോൺഗ്രസ് പാർട്ടി വിട്ടു പോകുമ്പോഴും അദ്ദേഹം പിന്നീട് കോൺഗ്രസ് പാർട്ടിയിൽ വന്നപ്പോഴും ഇപ്പോൾ അദ്ദേഹം കോൺഗ്രസ് പാർട്ടിയിൽ അല്ലെന്നാണ് എൻ്റെ അറിവ്. ആളുകൾക്ക് അദ്ദേഹത്തിന് എല്ലാവർക്കും അറിയാം വീക്ഷണത്തിൻ്റെ പൈസ മുക്കിയവനെ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്, വിളിക്കാറുണ്ട്. 2009 ഇലക്ഷനിൽ ഡൽഹിയിൽ നിന്ന് AICCയിൽ നിന്നും മോത്തിലാൽ വോറ കൊടുത്തുവിട്ട പൈസയുമായി വടകര മണ്ഡലത്തിൽ ചിലവാക്കാൻ വന്ന പൈസ മോഷണം പോയതിൻ്റെ കേസ് നമുക്കറിയാമല്ലോ. പൈസ ആയിട്ട് വന്നയാൾ എന്താണ് കാണിച്ചത്? ഇത് പൊളിറ്റിക്കൽ ഫണ്ട്. ഇലക്ഷൻ എന്ന് പറയുന്ന സമയത്ത് ഒരുപാട് പണം വരും, അൺഅക്കൗണ്ടഡ് ആയിട്ട് പണം വരും. അതിൽ ലാഭമുണ്ടാക്കുന്നവരുണ്ടാവും, നല്ല പ്രവർത്തകർ ചെയ്യില്ല. സ്വന്തം സാധാരണ പാർട്ടിയോട് ആത്മാർത്ഥതയുള്ളവരാണെങ്കിൽ ആ പണം ഉപയോഗിച്ച് വിജയവും പാർട്ടി വളർത്താനും ഉപയോഗിക്കും. പാർട്ടിയിൽ അഴിമതിക്കാരും തട്ടിപ്പുകാരും കള്ളന്മാരും ഒക്കെ പലരും ഉള്ളവർക്ക് അവർക്കിതിലാണ് ഇത്. പണ്ടൊക്കെ AICCയുടെ ഫണ്ടിങ് എങ്ങനെയാണ് വരുന്നത്? BJPയേക്കാൾ ശാസ്ത്രീയമായിട്ടാണ് AICCയുടെ ഫണ്ടിങ് വന്നുകൊണ്ടിരുന്നത്. അന്ന് ഇന്ത്യയിലെ വാഹന കമ്പനികളിൽ നിന്ന് MP ക്ക് ഉള്ള
ജീപ്പ് പൂജപ്പുര മൈതാനത്തെത്തും. മഹീന്ദ്രയോ ടാറ്റയോ അല്ലെ ജീപ്പ് കമ്പനിയായിരിക്കും കൊടുക്കുന്നത്. പണം പണ്ട് ട്രെയിനിൽ വരുമായിരുന്നു, പിന്നീട് ഫ്ലൈറ്റിൽ വന്നു തുടങ്ങി. അപ്പോൾ ഫ്ലൈറ്റിലൊന്നും ബൈ ഹാൻഡായിട്ട് കൂടെ ഇലക്ഷൻ വരുന്ന സമയത്ത് കോൺഗ്രസ് പാർട്ടി ഒരു സ്ലിപ്പ് കൊടുത്തിട്ട് ഈ പണം കോൺഗ്രസ് പാർട്ടിയുടെ ആണ്, ആരാ ചെയ്യാൻ? ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയുടെ ഫണ്ട് കുറവാണ്, അതുകൊണ്ട് ഇത്രയുമില്ല. പക്ഷെ കോൺഗ്രസ് പാർട്ടിയുടെ ഫണ്ടിങ്ങിനേക്കാൾ ശാസ്ത്രീയമായിട്ട് BJP കാര്യം അതൊരു വ്യക്തിഗത പാർട്ടിയല്ല. അപ്പോൾ ആ ഫണ്ടിങ്ങിനകത്തും ഇങ്ങനെയൊക്കെ വരുന്നു, അതിൻ്റെ അക്കൗണ്ടിങ് ശരിയാവുന്നില്ല എന്നുള്ളതാണ് തോന്നുന്നത്. ഇത് ആദ്യത്തെ കാര്യമൊന്നുമല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഞാൻ പയനിയർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. 2019 ഇലക്ഷൻ ലോക്സഭ ഇലക്ഷൻ കഴിഞ്ഞപ്പം DMK അന്നൊരു അഫിഡവിറ്റ് കൊടുത്തു. അഫിഡവിറ്റ് DMK പറയുന്നത് അവരുടെ DMKയുടെ 35 എത്രയോ സ്ഥാനാർത്ഥികൾക്ക് ഓരോ കാൻഡിഡേറ്റിന് DMK 1 കോടി രൂപ വെച്ച് കൊടുത്തു. ഇലക്ഷൻ കമ്മീഷൻ കൊടുത്ത കണക്കാണ്. പക്ഷേ 2 സീറ്റിൽ മത്സരിച്ച CPMന് 10 കോടി കൊടുത്തു. 2 സീറ്റിൽ മത്സരിച്ച CPIക്ക് 15 കോടി കൊടുത്തു. വേറെ ഒരു പ്രാദേശിക കക്ഷി 1 സീറ്റിൽ മത്സരിച്ച് ജയിച്ച അവർക്ക് 15 കോടി കൊടുത്തു. അപ്പോൾ ഞാനപ്പോൾ CPMൻ്റെയും CPIയുടെയും ഇലക്ഷൻ അഫിഡവിറ്റ് നോക്കിയപ്പം അതിനകത്ത് ഈ കിട്ടിയതില്ല, ഇല്ല. അപ്പോൾ ഞങ്ങളന്ന് പത്രങ്ങളിൽ ഇപ്പോഴും പത്രങ്ങൾ നോക്കി കഴിഞ്ഞുണ്ട്. ഞങ്ങളന്ന് എഴുതിയെന്ന് പറഞ്ഞാൽ DMKയുടെ ഇലക്ഷൻ അഫിഡവിറ്റ് CPMനും CPIക്കും തലവേദനയാകുന്നു. 10 കോടിയും 15 കോടിയും കൊടുത്തു എന്ന് പറഞ്ഞിട്ട് അവരുടെ അഫിഡവിറ്റ്, ഇലക്ഷൻ കമ്മീഷൻ അഫിഡവിറ്റിൽ. പക്ഷെ അന്ന് CPMൻ്റെ പ്രകാശ് കാരട്ട് കാര്യം പറഞ്ഞ ഒരു അബദ്ധം പറ്റിയതാണ്. ഞങ്ങളുടെ അക്കൗണ്ടിങ് സമയത്ത് അത് ഞങ്ങളത് വെളിപ്പെടുത്തേണ്ടതായിരുന്നു. പക്ഷേ 2019 ഫുൾ അഫിഡവിറ്റ്, ആനുവൽ അഫിഡവിറ്റിൽ ഞങ്ങളിത് ഉൾപ്പെടുത്തും എന്ന് സമ്മതിക്കേണ്ടി വന്നു. ഇനി CPMൻ്റെ സാന്റിയാഗോ മാർട്ടിൽ നിന്ന് മേടിച്ച പൈസ തിരിച്ചു കൊടുക്കേണ്ടത്. അതെ. പക്ഷേ ഇത് പാർട്ടി ഇലക്ഷന് വേണ്ടിയിട്ട് കേന്ദ്ര ഘടകത്തിൽ നിന്നും കേരളത്തിലേക്ക് എത്തിയ പണം തിരുവനന്തപുരം BJP ആസ്ഥാനത്തെ അവിടുത്തെ ട്രഷറി, അവിടുത്തെ സേഫിനകത്തേക്ക് ഈ പണം വരുന്നു. ഈ പണം പിന്നീട് ചെലവാക്കുന്നതിന് അതൊരു ഏകാധിപത്യപരമായൊരു നീക്കമല്ലേ? ഈ പണം ചെലവാക്കുന്നത് ജനം അറിയാൻ പാടില്ല. ഇവരെല്ലാം പൊതുപ്രവർത്തകരല്ലേ, പബ്ലിക് സർവൻസ് അല്ലേ, രാഷ്ട്രീയ പ്രവർത്തകരല്ലേ? ഞാൻ എന്താ പറയുക, കത്തിരിക്കുകയാണ് വിഷയം. ഇതും കുറെ കഴിയുമ്പം കെട്ട് പോവും. പാർട്ടിക്കകത്ത് ചർച്ച നടക്കുമായിരിക്കും. പാർട്ടിക്കകത്ത് പല പാർട്ടികളും എൻക്വയറി നടത്തും. ഇത്രയായ സ്ഥിതിക്ക് പാർട്ടിക്കകത്ത് എൻക്വയറി ഉണ്ടാവുമായിരിക്കും. ഇത് കേന്ദ്ര ഘടകത്തിൽ കേന്ദ്ര ഘടകത്തിൻ്റെ പണം എന്ന് പറയുന്നത് കോൺഗ്രസിനും BJPക്കുമാണ്. പിന്നെ CPMന് കേന്ദ്ര ഘടകത്തിൽ പണമില്ല. കേരളത്തിൽ നിന്നാണ് കേന്ദ്ര ഘടകത്തിന് ഇപ്പം പണം പോകേണ്ട. എന്നാലും കേരളത്തിൽ CPMന് പണമുണ്ട്. ഇത്രയും അണികളുള്ള സ്ഥിതിക്ക് ലെവി അല്ലാതെയും അവർക്ക് പണം മേടിക്കാൻ CPM വിചാരിച്ചാൽ ഇന്നും പണം ഉണ്ടാക്കാൻ പറ്റും. ഡൽഹിയിൽ ഓഫീസ് വെസ്റ്റ് ബംഗാൾ പോയതിന് ശേഷം അവരാണ് ഇവിടുന്നാണ് പക്ഷെ കേന്ദ്ര ഘടകത്തിൻ്റെ പൈസ കോൺഗ്രസിനും BJPക്കും ആണ് വരുന്നത്. അത് വലിയ പണമാണ് വരുന്നത്. അത് എൻജോയ് ആരൊക്കെയോ കിട്ടിയവൻ അടിച്ചു മാറ്റി പിടിക്കപ്പെട്ടവൻ. അതും കാരണം BJP കാരണം ഒരു 10 സീറ്റിലെങ്കിലും ജയിക്കും ഇത്തവണ എന്നൊരു ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു. അവസാനം അത് 1 സീറ്റിലേക്കായി കുറഞ്ഞു. ഈ പണമിറക്കി വോട്ട് പിടിക്കാനായിരുന്നു ശ്രമം. പക്ഷേ ഈ പണം ഇറങ്ങിയില്ല. അല്ല, പണമിറക്കി വോട്ട് പിടിക്കുന്നതല്ല, ഇലക്ഷൻ്റെ എക്സ്പെൻസസ് ഭയങ്കരമാണ്. അതാ ആ എക്സ്പെൻസ്. തമിഴ്നാട്ടിൽ പണം വീടുകൾ കൊടുത്താൽ മാത്രമേ, ഇന്ത്യയിലെ ഏക സംസ്ഥാനങ്ങൾ ഞാൻ കണ്ടിട്ടുള്ളത് തമിഴ്നാടാണ്. ജനത്തിന് പൈസ കൊടുക്കണം. 2019 എനിക്ക് നേരിട്ടറിയാവുന്നത് വരുന്ന പത്രത്തിനകത്ത് നോട്ട് കൂടെ വെച്ചിട്ടുണ്ടാവും ഓരോ പാർട്ടികളും. ആ കൊടുത്ത പാർട്ടിക്കേ വോട്ട് കൊടുക്കുള്ളൂ. അതിപ്പോൾ ഇത്തവണ കേട്ടതാണ്. സ്റ്റാലിൻ എല്ലാവർക്കും ഒരു മണ്ഡലത്തില് 1000 രൂപ വെച്ച് കൊടുത്തു. തമിഴ്നാട് വിജയ് 3000 വെച്ച് കൊടുത്തു. അപ്പൊ ജനം ചോദിച്ചത് ആർക്കാണോ വിജയിനല്ലേ വോട്ട് ചെയ്യേണ്ടത്, ഇനിയും കിട്ടുമല്ലോ. പക്ഷെ ഇവിടെ ഈ കേരളത്തിൽ അതായത് ഒരു 3 പേരുടെ പേര് വ്യക്തമായിട്ട് നടപടി എടുത്തു എന്ന് പറയുന്നത് അവരുടെ സ്ഥാനങ്ങളിൽ നിന്ന് മാറ്റി നിർത്തി. അതായത് ഞങ്ങളാണ് ആദ്യം റിപ്പോർട്ട് ചെയ്തത്. ഭാരത് ലൈവാണ് ഇത്തരമൊരു നടപടി, ഇങ്ങനെ ഫണ്ട് വെട്ടിച്ചതായും 1 കോടിക്ക് 3 കോടി രൂപ കൊടിക്ക് മാത്രം ബില്ലെഴുതി വിട്ടതായും പല മണ്ഡലങ്ങളിൽ നിന്നും പല ബൂത്ത് കമ്മിറ്റിയിൽ നിന്നും വൗച്ചറുകൾ എഴുതിയിട്ട് തന്നെ ഇരട്ടിച്ചിരട്ടിച്ച് BJPയുടെ മൊത്തത്തിൽ
അക്കൗണ്ടിങ് പാറ്റേണിലും സെൻട്രൽ ലീഡർഷിപ്പിലും പ്രോബ്ലം ഉണ്ട്. അത് പലരും BJP ആയാലും കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയാലും പീപ്പിൾസ് റെപ്രസെൻറ്റേഷൻ ഓഫ് ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്ത പാർട്ടികളാണ്. ആ പാർട്ടിയിൽ നിന്ന് ആളുകളെ പുറത്താക്കുന്നതിന് തെറ്റിയാൽ പോലും കോടതികൾ ചലഞ്ച് ചെയ്യാം. രാം ജത്മലാനിയെ പുറത്താക്കിയപ്പോൾ രാം ജത്മലാനി കോടതിയിൽ ചലഞ്ച് ചെയ്യും. പിന്നീട് BJP മാപ്പ് പറഞ്ഞ് രാം ജത്മലാനിയെ തിരിച്ചെടുത്ത് പുറത്താക്കിയ നടപടി വിഡ്രോ ചെയ്തായിട്ട് കോടതിയിൽ, ഡൽഹി കോടതിയിൽ അഫിഡവിറ്റ് വരെയുണ്ട്. അപ്പം പക്ഷേ അതിനുശേഷം 2014 BJP അധികാരത്തിൽ വന്ന് അമിത്ഷാ പ്രസിഡൻ്റായ സമയത്ത് 2019 വരെ BJPക്ക് ട്രഷറർ പോസ്റ്റിലായിരുന്നു. അത് ഇല്ലീഗലാണ്. 1-2 പത്രങ്ങളിൽ വരികയും അതിനുശേഷമാണ് ട്രഷറർ പോസ്റ്റ് ചെയ്തത്. BJPയിൽ ഇലക്ഷൻ കമ്മീഷനിൽ ആരാണ് കണക്ക് കൊടുക്കേണ്ടത്? ട്രഷറർ പോസ്റ്റാണ്. BJPയുടെ ഭരണഘടന എന്താണെന്ന് ഇലക്ഷൻ കമ്മീഷനിൽ പീപ്പിൾസ് റെപ്രസെൻറ്റേഷൻ ഓഫ് ആക്ട് അനുസരിച്ചുണ്ട്. അതിനകത്ത് ഓരോ പോസ്റ്റുണ്ട്. ഇപ്പം തന്നെ JP നഡ്ഡ ഇല്ലീഗലായി തുടർന്നു എന്ന് കംപ്ലൈൻറ്റുകൾ വന്നപ്പോഴാണ് BJPക്ക് ഭരണഘടന മാറ്റേണ്ടി വന്നത്. ഭരണഘടനയ്ക്ക് അവരുടെ ലിഖിതമായ ഭരണഘടന അനുസരിച്ച് വേണം പാർട്ടികൾ പ്രവർത്തിക്കാൻ. BJP 5 വർഷം ട്രഷറർ ഇല്ലാതെ വർക്ക് ചെയ്ത സ്ഥാപനമാണ്. അമിത്ഷാ പ്രസിഡന്റ് ആയിരുന്നപ്പോൾ ദേശീയ ഘടകത്തിന്. അപ്പം രാഷ്ട്രീയ പാർട്ടികൾ ഓപ്പൺ ആണ്. പബ്ലിക്കിന് ചലഞ്ച് ചെയ്യാം. ജനം അത് ഉപയോഗിക്കുന്നില്ലെന്നേ ഉള്ളൂ. രാഷ്ട്രീയ പാർട്ടിയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ചല്ല നടന്നതെങ്കിൽ ചെയ്യാം. ഇപ്പം കോൺഗ്രസ് കാലാകാലങ്ങളിൽ ഇലക്ഷൻ നടത്തുന്നത് എന്താണ്? കോൺഗ്രസിൻ്റെ ഭരണഘടന അനുസരിച്ച് ഇലക്ഷൻ നടത്തിയേ പറ്റൂ. ഇല്ലെങ്കിൽ ആളുകൾക്ക് ചലഞ്ച് ചെയ്യാം കോടതികളിൽ. പീപ്പിൾസ് റെപ്രസെൻറ്റേഷൻ ആക്ടിൻ്റെ വയലേഷൻ ഇന്ന ക്ലോസ് അനുസരിച്ച് നടത്തിയെന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. ഇവരെല്ലാം ആൻസറബിൾ ടു കോർട്ടാണ്. നമ്മുടെ ആക്ട് അത് ജനം ഉപയോഗിച്ച് തുടങ്ങിയിട്ടില്ല. ജനത്തിന് അറിയില്ല. ജനത്തിന് ഇപ്പോഴും വിചാരം ഇവരാണ് സുപ്രീം കോടതി. അതെ. പിന്നെ ഇലക്ഷൻ കമ്മീഷനിൽ പാർട്ടികൾ കൊടുക്കുന്ന ഫണ്ട് അത് ഒരു വിലയില്ലാത്ത വകുപ്പാണ്. ഞാൻ പറയുന്നു എനിക്ക് ഇത്രേ ചിലവായിട്ടുള്ളൂ. അത് ഇലക്ഷൻ കമ്മീഷൻ പിന്നീട് ചെക്ക് ചെയ്യാനോ പറ്റില്ല. അവരുടെ വേണമെങ്കിൽ ഇലക്ഷൻ കമ്മീഷന് നടത്താം. ഇപ്പം തന്നെ ഇന്നലെ മെനഞ്ഞാന്ന് മദ്രാസ് ഹൈക്കോടതിയിൽ ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞിരിക്കുന്നു, ഞങ്ങൾ പിടിച്ചെടുത്ത പണം ഈ തമിഴ്നാട് ഇലക്ഷനിൽ 557 കോടിയാണ്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിടിച്ചെടുത്ത പണം 557 കോടിയാണ്. പിടിച്ചെടുത്ത പണം ഇത്രയാണെങ്കിൽ എന്തായിരിക്കും മൊത്തം പോയത്? എൻ്റെ ഒരു കാൽക്കുലേഷനിൽ 5%, 10% ഉള്ളൂ പിടിച്ചെടുക്കാൻ പറ്റുന്നത്. അപ്പോൾ ഒറിജിനൽ എത്രയോ വീടുകളിൽ കൊടുത്ത പണമാണിത്. വീടുകളിലും അത് വെച്ച് നേതാക്കന്മാരും ഇതിനകത്ത് വീടുകളിൽ കൊടുക്കുന്നതിനകത്തും ഇപ്പോൾ BJP സംഭവിച്ച പോലെ DMK പൈസ പണമാണ്. പണം നമുക്കും കിട്ടണം. കുഞ്ചൻ നമ്പ്യാർ പറഞ്ഞ പോലെ ദീപസ്തംഭം ആശ്ചര്യം, നമുക്കും കിട്ടണം പണം എന്ന് ചിലർ തീരുമാനിക്കുന്നു. നമ്മുടെ ഭാരത് ലൈവ് വാർത്ത ഈ വാർത്ത പുറത്ത് കൊണ്ടുവന്നതിന് ശേഷം മറ്റെല്ലാ ചാനലുകളും മാധ്യമങ്ങളും സത്യസന്ധമാണെന്ന് അവർക്ക് മനസ്സിലായതുകൊണ്ടാണ് മറ്റു ചാനലുകൾ ഏറ്റെടുത്തത്. അതിന് പല ഡെവലപ്മെൻറ്റ്സ് വരുന്നു. ആ വാർത്ത പല ഭാഗത്തേക്ക് പോകുന്നു. പലചരക്ക് കടയിൽ നിന്നും കൊടി വാങ്ങിച്ചതിൻ്റെ GST ബില്ല് കൊടുത്തത് കഥകൾ വരെ ഇപ്പോൾ വാർത്തകൾ വരെ പുറത്തു വരുന്നു. ശരിക്കും ഈ പണം അപ്പോഴാണ് പറയുന്നത് പല ബൂത്തുകളിലും പല മണ്ഡലങ്ങളിലും വെട്ടർക്കാവ് അടക്കമുള്ള വെട്ടർക്കാവ് A ക്ലാസ് മണ്ഡലമാണ്. പല മണ്ഡലങ്ങളിലെയും ബൂത്തുകളിലേക്ക് ഈ പണം പോയിട്ടില്ല. പക്ഷേ തിരിച്ചു വരുന്ന വൗച്ചറുകളിൽ ഈ 5000 എന്നുള്ളത് 5 ലക്ഷമായും 50 ലക്ഷമായിട്ടും. അല്ല, ഈ വൗച്ചറിന് ഒരു പ്രശ്നമുണ്ട്. ഈ വൗച്ചർ നിയമപരമായിട്ട് ഇൻകം ടാക്സ് അറിഞ്ഞ പ്രശ്നമാണ്. അത് അവരുടെ ഇന്റേണൽ കണക്കുകൾക്കായിട്ടാണ്. BJP സെൻട്രൽ ഹെഡ് ക്വാർട്ടേഴ്സിൽ നടന്നൊരു കാര്യം ഞാൻ പറയാം. 2013 പത്രങ്ങളിലൊരു വാർത്ത വന്നു. ശനിയാഴ്ച വൈകുന്നേരം ട്രഷററും അക്കൗണ്ടൻറ്റും പൂട്ടിവെച്ച പണം അലമാര ഞായറാഴ്ച അവധി, തിങ്കളാഴ്ച വന്ന് നോക്കിയപ്പോൾ തുറന്നു കിടക്കുന്നതായി കാണുകയും അതിനകത്ത് വച്ചിരുന്ന 2.5 കോടി രൂപ കാണാനില്ല. BJP ഹെഡ് ക്വാർട്ടേഴ്സിലെ കഥയാണ്. 2013 പത്രങ്ങളിലൊക്കെ വാർത്ത വന്നിട്ടുണ്ട്. വാർത്ത വന്നു. പക്ഷേ വൈകുന്നേരം പത്രങ്ങൾ വാർത്ത വന്നതിൻ്റെ പിറ്റേ ദിവസം ജെയ്റ്റ്ലിയും രവിശങ്കർ പ്രസാദും അന്നൊരു പത്രസമ്മേളനം നടത്തി. പത്രങ്ങളിൽ വന്ന വാർത്തയൊക്കെ തെറ്റാണ്, ഇവിടെ ഒരു പണപ്പെട്ടിയുമില്ല, ഒരു അലമാരയുമില്ല, പിന്നെ എങ്ങനെ തുറന്നു? എന്തുകൊണ്ടാണെന്ന് അറിയാമോ?
ഇൻകം ടാക്സ് അന്ന് കോൺഗ്രസ് ഭരിക്കുന്ന കാലമാണ്. അവർ വന്ന് ചോദിക്കും 2.5 കോടി എന്ത് കണക്കിലാണ് വെച്ചത്, എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചാൽ പ്രശ്നമാവും. തീർച്ചയായിട്ടും ഇൻകം ടാക്സിന് എവിടെയും കയറി ഇറങ്ങാം. ഇത് വാർത്തയെല്ലാം തെറ്റാണ്, ആരോ കൊടുത്ത കള്ള പ്രചരണമാണ്. ഇവിടെ ഒരു പണപ്പെട്ടിയും ഇല്ല, ഇവിടെ ഒരു അലമാരയും ഇല്ല. ജേർണലിസ്റ്റ് എന്ന രീതിയിൽ നമ്മൾ സോഴ്സിനെ പറയുന്നത് ശരിയല്ലെങ്കിൽ പോലും ഇത് പത്രക്കാർക്ക് പറഞ്ഞു തന്നത് രാവിലെ എല്ലാ പത്ര ഓഫീസിലും വിളിച്ചു പറഞ്ഞത് BJP നേതാക്കൾ തന്നെയാണ്. നമ്മുടെ പാർട്ടി ഓഫീസിൽ അലമാര തുറന്നു കിടക്കുന്നു, 2.5 കോടി ഇന്നയാളാണ് എടുത്തുകൊണ്ട് പോയതെന്ന് വരെ പറയുകയും ചെയ്തു. അത് ഒരു പത്രം, 1-2 പത്രം അയാളുടെ പേരിടുകയും ചെയ്തു. ആ പാർട്ടി ഓഫീസിൻ്റെ തൊട്ടപ്പുറത്ത് അയാൾക്ക് ആന്ധ്ര ബാങ്കിൽ ഒരു അക്കൗണ്ടിലുള്ള കഥയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവിടെ ഒരു പ്രശ്നമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഇത് പണം സ്ഥിരം നടപടിയാണ്. ഇത് വർഷങ്ങളായി. അത് ഇന്ത്യയിലെ ഏറ്റവും നല്ല പണം നോക്കി നടത്താൻ കഴിയുന്ന ഒരാൾ കോൺഗ്രസിൻ്റെ മോത്തിലാൽ വോറയായിരുന്നു. അതാണ് സോണിയാഗാന്ധി പ്രസിഡൻ്റായി 20 വർഷം സോണിയാഗാന്ധി ഇരുന്നപ്പോഴും അവരുടെ ട്രഷററായി മോത്തിലാൽ വോറ. ഇന്ത്യ എല്ലാ സ്ഥലത്തും പണം എത്തിക്കുന്ന മോത്തിലാൽ വോറയല്ലേ. അപ്പോൾ ആ ഒരു അഡ്മിനിസ്ട്രേഷൻ BJPയുടേത് സംഘിൻ്റെയും പണം വരുന്നത് കുറച്ചുകൂടെ സ്ട്രിക്റ്റ് ആണ്. പക്ഷെ എല്ലാ സ്ഥലങ്ങളിലും ഇത് അക്കൗണ്ടബിൾ അല്ലേ ശരിക്കും? ഇത്തരം ഒരു പണം, അതായത് ഒരു 1-2-3 സെക്രട്ടറിമാർ, സംസ്ഥാന സെക്രട്ടറിമാർ ചേർന്ന് ഈ പണം ദുർവിനിയോഗം ചെയ്തു. അപ്പോൾ അതിൽ ഈ അയോധ്യയിലൊക്കെ സംഭവിച്ചത്, അയോധ്യയിൽ ഇപ്പം സംഭാവന കൊള്ള നടന്നപ്പോൾ അപ്പോൾ തന്നെ SIT രൂപീകരിച്ച് അന്വേഷിച്ച് ഏറ്റവും അറസ്റ്റ് ചെയ്യുകയാണ്, പ്രതികളെ കണ്ടത്. അല്ലാതെ അത് അങ്ങനെ നടന്നിട്ടില്ല എന്ന് പറഞ്ഞ് യോഗി ആദിത്യനാഥ് ഒഴിഞ്ഞില്ല. അപ്പോൾ തന്നെ അദ്ദേഹം, ആ മുഖ്യമന്ത്രി, അവിടെ ഒരു സ്പെഷ്യൽ എൻക്വയറിക്ക് വിടുകയാണ്. ഇതിനകത്ത് എൻക്വയറിക്ക് പോയാൽ ആർക്കും താല്പര്യമില്ല. സ്വന്തം ഇവിടെ ഇപ്പോൾ എൻക്വയറി നടത്തേണ്ടതാരാണ്? സംസ്ഥാന പോലീസിൽ. അത് കോൺഗ്രസിലെ ഭരിക്കുന്നത്. അത് BJPക്ക് താല്പര്യം ഉണ്ടാവില്ല. അവർ ഇൻറ്റേർണലി പാർട്ടിക്ക് ഇൻറ്റേർണലി ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് ഈ പറയുന്ന തുകയൊന്നും നമുക്ക് പാർട്ടി ഓഫീസിൽ ഇത്രയും തുക വെച്ചിരിക്കുന്നു, അതൊക്കെ ഇൻകം ടാക്സിൻ്റെ പ്രോബ്ലംസാണ്. ഇൻകം ടാക്സിനകത്ത് വരുന്ന പ്രശ്നമാണ്. പിന്നെ ഇലക്ഷൻ കമ്മീഷൻ്റെയും ഇൻകം ടാക്സിൻ്റെയും കണക്കനുസരിച്ചാണെങ്കിൽ 20,000-നോ മുകളിൽ വരുന്നവരുടെ പേര് മാത്രം കൊടുക്കാം. 20,000-ന് താഴെ കൊടുക്കുന്ന ഡൊണേഷനിൽ ഇലക്ഷൻ കമ്മീഷനെ അറിയിക്കണമെന്നില്ല. മൊത്തത്തിൽ ഫിഗർ ആ വ്യക്തിയുടെ കൊടുക്കണമെന്നില്ല. അപ്പോൾ എന്തൊക്കെയാണ് കാണിക്കുന്നത് ഇവിടെ? 20,000 ഒക്കെയാണ് വരുന്ന കോർപ്പറേറ്റിന്. അപ്പോൾ അത് തന്നെ നമുക്ക് മുഴുവനായിട്ട് നമ്മുടെ ഇലക്ഷൻ്റെ റൂൾ മാറ്റണം. അമേരിക്കൻ ഇലക്ഷൻ്റെ റൂളിലോട്ട് പോകണം. അമേരിക്കൻ ഇലക്ഷനിൽ കൃത്യമായി ഫണ്ടിങ് റൂൾസ് കൃത്യമാണ്. ഇത്ര കൊടുക്കാം. പിന്നെ നമ്മൾ പത്രക്കാരുടെ കാര്യം കൂടെ പറയാം. ഇവിടെ ഇൻഡിപെൻഡൻറ്റ് ജേർണലിസം ഞാൻ മറ്റേത് പറയുന്നുണ്ടല്ലോ. അമേരിക്കൻ ഇലക്ഷനിൽ പത്ര ജേർണലിസ്റ്റുകൾ ഏത് പാർട്ടിക്കാണ് അവർ ഡൊണേഷൻ കൊടുത്തതെന്ന് ഡിക്ലെയർ ചെയ്യും. ജേർണലിസ്റ്റുകൾ എപ്പോഴും ഡെമോക്രാറ്റിനാണ് കിട്ടുന്നത്. റിപ്പബ്ലിക്കിന് ഒരു 10% ജേർണലിസ്റ്റുകളെ കാണുള്ളൂ. ഡെമോക്രാറ്റിൻ്റെ കൂടെയായിരിക്കും, ഇടതുപക്ഷ ഡെമോക്രാറ്റിനായിരിക്കും 90%. അതവർ ഡിക്ലെയർ ചെയ്യും. ഇലക്ഷൻ റിപ്പോർട്ടിങ്ങിൽ അവർ പറയും, ഞാൻ എൻ്റെ ഡൊണേഷൻ കൊടുത്തത് ഇന്ന പാർട്ടിക്കാണ്. നമ്മുടെ ഇവിടെ പാർട്ടിക്ക് ഡൊണേഷൻ ജേർണലിസ്റ്റുകൾ കൊടുക്കുന്നില്ല. ജേർണലിസ്റ്റുകൾക്ക് പാർട്ടികൾ കൊടുക്കുന്നില്ല. പിന്നെ എന്നിട്ട് നമ്മൾ 2 സൈഡിൽ നിന്നും മേടിക്കുന്നവരുണ്ട്. എന്നിട്ട് ഇൻഡിപെൻഡൻ്റ് പറയും. അത് നമ്മുടെ റൂൾസ് മാറേണ്ടിയിരിക്കുന്നു. അമേരിക്കയിൽ ഇലക്ഷൻ ഫണ്ടിങ്ങിൻ്റെ കൃത്യമായ സാധനം, ഓപ്പൺനെസ് അമേരിക്കയിലാണ്. ബ്രിട്ടൻ്റെ എനിക്കറിയില്ല, അമേരിക്കയുടേത് ഓപ്പൺനെസ്സാണ്. ഇന്ത്യയുടെ പ്രശ്നം നമ്മുടെ നടക്കാത്ത റൂൾസാണ്. ഇത്ര രൂപയെ ചിലവാക്കാവും, ഇത്ര ഫ്ലക്സ് അല്ലെങ്കിൽ ഒന്നുകിൽ ഫ്ലക്സ് വെക്കുന്നതിനകത്ത് ഇടപെട്ടോളൂ. പക്ഷേ ഈ ചെലവിൻ്റെ കാര്യങ്ങൾ ഈ പറയുന്ന തുകയ്ക്ക് ഒരു ദിവസത്തെ എക്സ്പെൻസിന് പോലും തികയാത്ത ആണ്. അസംബ്ലി ഇലക്ഷൻ ഇത്രയും ചിലവാക്കാവും തീർച്ചയായിട്ടും. എന്നിട്ട് നമ്മൾ കൊടുക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് അതപ്പടി വിശ്വസിച്ച് മടക്കി വെക്കുകയാണ് ഇലക്ഷൻ കമ്മീഷൻ ചെയ്യുന്നത്. സ്റ്റേറ്റ്മെന്റ് കൂടുതൽ അയോഗ്യനാക്കുകയും ചെയ്യും. പക്ഷെ അത് എല്ലാവരും കൊടുക്കും. ഇത് ചെയ്യുന്ന സ്പെഷ്യലൈസ്ഡ് ചാർട്ടേഡ് അക്കൗണ്ടന്റ്മാരുണ്ട് ഇലക്ഷൻ്റെ. ഒന്നും പറയണ്ട, ആ ചാർട്ടേഡ് അക്കൗണ്ടന്റ് കൃത്യമായി അയാൾ കൊണ്ടടച്ചോളും. അയാൾക്ക് അതിൻ്റെ ഫീസ് കൊടുത്താൽ മതി. ശരിക്കും ഇത്തരം ഒരു ആരോപണം വന്നപ്പോഴത്തേക്കും നമ്മളൊക്കെ പണ്ട് കണ്ടിരുന്നത് ഈ കഷ്ടപ്പെട്ട്, അതായത് നമ്മുടെ പഴയ ഈ ഓലക്കുടിലൊക്കെ ഞങ്ങളൊക്കെ വളർത്തിയ അമ്മമാരുടെ അച്ഛന്മാരുടെയൊക്കെ കഥയാണ്. അതേ അവസ്ഥയായിരുന്നു പഴയ BJPക്ക്.
അങ്ങനെ കഷ്ടപ്പെട്ട് കേരളത്തിൽ കയറി വന്ന് BJP ആണ്. ഇപ്പോൾ 3 MLA-മാരായി. അതിനിടയ്ക്കാണ് ഇത്തരം ഒരു, കാരണം ഇനിയും ഇത് ആവർത്തിച്ച് കൊടുത്താൽ, ഇത് അനുവദിച്ച് കൊടുത്താൽ ഇനിയും ഇതുപോലത്തുള്ള സെക്രട്ടറിമാർ വീണ്ടും ഇതേപോലെ തലപ്പത്ത് കയറി. ഞാൻ അതിനകത്തൊരു അഭിപ്രായം പറയാൻ ആളല്ല. BJPയും BJPയുടെ വിധിയും ആയിട്ട് അങ്ങനെ പോട്ടെ. ഇതൊക്കെ ഇലക്ഷനിൽ നടക്കും. നമ്മൾ ദേശീയ തലത്തിലൊക്കെയുള്ള ഇന്ന് ആരൊക്കെയാണ് BJP ജോയിൻ ചെയ്യുന്നത്? ഞാൻ നേരത്തെ ഒരു ഇൻ്റർവ്യൂ പറയുകയുണ്ടായി. മുംബൈ റീജിയണൽ കോൺഗ്രസ് കമ്മിറ്റിയിലെ പ്രസിഡൻ്റായിരുന്ന കൃപാശങ്കർ ദിഗ്വിജയ് സിംഗിനോടൊപ്പം RSS ആണ്, സംഘപരിവാറോ RSS ആണ് മുംബൈയിൽ ഭീകരാക്രമണം നടത്തിയത് എന്ന് പറഞ്ഞ പുസ്തകം റിലീസ് ചെയ്ത ആള് പിന്നീട് നമ്മൾ കാണുന്നത് BJPയുടെ സ്ഥാനാർത്ഥിയായി ഉത്തർപ്രദേശിലായിട്ടാണ്. അങ്ങനെ എത്രയോ പേര്. അപ്പം രാഷ്ട്രീയം ഇങ്ങനെ പോവും. BJP ആയാലും കോൺഗ്രസ് ആയാലും ഐഡിയോളജി ഇല്ലാത്ത രാഷ്ട്രീയം. അങ്ങനെ ഒരു ഭരണം അധികാരവും വരുമ്പം അധികാരം ആരെയും മത്തുപിടിപ്പിക്കുന്നു എന്നാണ് സത്യം. എന്തായാലും ഈ ഒരു അവസ്ഥ ഡൽഹിയിലാണെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ ഒരു, ഞാൻ ഡൽഹിയിലെ മാധ്യമപ്രവർത്തകനോട് ചോദിച്ചതാണ്. ഇപ്പോൾ കേരളത്തിൽ നടന്നൊരു സംഭവം ഇവിടുത്തെ പാർട്ടി അണികളൊക്കെ ഞെട്ടി. ഇങ്ങനൊരു അഴിമതി നടന്നോ എന്നാണ് അവർ ചോദിക്കുന്നത്. ഇങ്ങനെയൊക്കെ നടക്കുമോ എന്നായിരുന്നു ആദ്യത്തെ ചോദ്യം. ഇത് ഡൽഹി BJPയുടെ ദേശീയ ഘടകത്തിലാണ് ഇങ്ങനെയൊരു സംഭവം റിപ്പോർട്ട് ചെയ്തെങ്കിൽ എന്തായിരിക്കും അവിടുത്തെ ഒരു പ്രതികരണം? അല്ല, ഇങ്ങനത്തെ റിപ്പോർട്ടുകൾ വരുന്നത് ഇവിടെ നിന്നാണ്. എങ്ങനെയാണ് പാർട്ടിയുടെ പണത്തിനകത്തുള്ള റിപ്പോർട്ട് വരുന്നത്? അതിനകത്തുനിന്ന് തന്നെയാണ് വരുന്നത്. നമ്മൾ രണ്ടുപേരും പത്രക്കാരെ നമുക്കറിയാം എങ്ങനെയാണ് വരുന്നത്. പാർട്ടിക്കകത്ത് ആരോ അസംതൃപ്തരായ ആരോ ഒരാൾ പറഞ്ഞു റിപ്പോർട്ട് വന്നാൽ ഇതിപ്പോൾ പ്രശ്നമാണ്. അത് പിന്നെ ആ കാര്യത്തിൽ പണ്ട് ഏറ്റവും ബെസ്റ്റ് മോത്തിലാൽ വോറയുടെയും കാലത്ത് അഹമ്മദ് പട്ടേലിൻ്റെ അത്രയും പോരായിരുന്നു. മോത്തിലാൽ വോറ സ്റ്റൈൽ ഓഫ് മാനേജ്മെൻ്റ് ആണ്. 20 വർഷം അതാണ് വന്ന് പറയുന്നത്. രാത്രി 8 മണി ചില പണം വരുന്ന സമയത്ത് എല്ലാ ആളുകളെയും മോത്തിലാൽ വോറ ഓഫീസിൽ നിന്ന് പറഞ്ഞു വീട്ടിൽ പോയി, എല്ലാവരും വീട്ടിൽ പോയെന്ന് പറഞ്ഞ് 9 മണിക്ക് പണം വരുന്നതിന് മുമ്പ് 8 മണിക്കകത്ത് പുള്ളി ഇന്ന് മെയിൻ്റനൻസ് ഓഫീസ് അടച്ച് പുള്ളി ആ സൈഡിൽ നിൽക്കുക. അപ്പോൾ പണം വരുന്ന ട്രക്കുകളിലാണ്. കേരളത്തിലൊന്നും ആ അവസ്ഥയൊന്നും കേരളത്തിലായിട്ടില്ല. ഡൽഹിയിലും ഉത്തർപ്രദേശിലൊക്കെ പണം വരുന്ന ട്രക്കുകളിലാണ്. ഇതാണ് എല്ലാ സ്റ്റേറ്റിലേക്കും പോകുന്നത്. അതെ, ട്രക്ക്, ഈ ചാർട്ടേഡ് ഫ്ലൈറ്റുകൾ വരാൻ. അതുകൊണ്ടാണ് ഇലക്ഷൻ കമ്മീഷൻ ഫ്ലൈറ്റ് പരിശോധിക്കുന്നത്. നേതാക്കൾ വരുന്ന സ്പെഷ്യൽ ഫ്ലൈറ്റ് അതിലാണ് കൊണ്ടുപോകാൻ എളുപ്പം. അതെ, അപ്പോൾ അങ്ങനെയുള്ള പണം അങ്ങനെ വരുന്നുണ്ട്. ഇവിടെ രാഹുൽ ഗാന്ധി വന്നപ്പോൾ ഹെലികോപ്റ്ററൊക്കെ പരിശോധിച്ചു. അല്ലാതെ ഇലക്ഷൻ കമ്മീഷൻ ചെയ്യാറുണ്ട്. എല്ലാ അവരുടെ റൊട്ടീനായി ചെയ്യാറുണ്ട്. ചില ആരിൽ നിന്നും പിടിച്ചെടുത്ത് അവർക്കും അറിയാം പണം വരുന്ന വേറെ നേതാക്കൾ കയ്യിൽ വെച്ചല്ല കൊണ്ടുവരുന്നത്. പണം വരുന്ന വഴികളുണ്ട്, അത് കൊടുക്കേണ്ടുന്ന രീതികളുണ്ട്. ഇത് ലീഗലൈസ് ചെയ്താൽ പിന്നെ നേരത്തെ ഗോപികൃഷ്ണൻ പറഞ്ഞതുപോലെ ഇതൊക്കെ ലീഗലൈസ് ചെയ്താൽ ഈ ഒരു ഒളിച്ച് കളി വേണ്ട, ഇതിൻ്റെ ആവശ്യമില്ലല്ലോ അല്ലേ? ലീഗലൈസ് ചെയ്യുക. ഇപ്പം പലരും പറഞ്ഞു തുടങ്ങി മറ്റേ കൂറുമാറ്റൽ നിയമം രാജീവ് ഗാന്ധിയുടെ കാലത്ത് വന്ന അതും ചേഞ്ച് ചെയ്യേണ്ട അവസ്ഥയാണ്. അതെ, 3/2 ഇല്ലെങ്കിൽ അതും ചേഞ്ച് ചെയ്യേണ്ട അവസ്ഥയാണ്. ഇപ്പം പലരും പഴയ ലോക്സഭാ സെക്രട്ടറിമാരൊക്കെ അതിനെക്കുറിച്ച് ഒരുപാട് ആർട്ടിക്കിൾ എഴുതിയിട്ടുണ്ട്. ആ നിയമം അന്ന് ആവശ്യമായിരുന്നു, പക്ഷേ ഇന്നത് മാറ്റേണ്ടുന്ന അതിനകത്തൊരു മാറ്റം. പക്ഷേ രാഷ്ട്രീയ പാർട്ടികൾക്ക് അതുമായിട്ട് പണ്ട് 2/3 വന്നാൽ കിട്ടില്ലെന്നാണ്. ഇപ്പം പണം ഇറക്കി 2/3. ഇപ്പം ഉദ്ധവ് താക്കറെ ആയാലും മമതാ ബാനർജി, ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല മമതാ ബാനർജിയുടെ മൊത്തം ആളുകളും ഇപ്പുറത്ത് വരുമോ. 2/3 അല്ല, അത് മൊത്തത്തിൽ 9/10 റെഡിയായി നിൽക്കുക. പാർലമെന്റിലും പോയി, രാജ്യസഭയിൽ പോയി, ലോക്സഭയിൽ പോയി, പശ്ചിമ ബംഗാളിലും പോയി. അവിടെ വെറും 20 പേരാണ് ഒഫീഷ്യലി മമതയ്ക്ക് ഒപ്പം നിൽക്കുന്നത്. ബാക്കി 60 പേര് പുറത്ത് പോയി. ഇത് പണം മേടിച്ചിട്ടാന്ന് നമുക്കറിയാം, എല്ലാവർക്കും അറിയാം. അല്ലാതെ പണം കിട്ടാതെ ഈ രാഷ്ട്രീയക്കാരും വരില്ല. നമ്മളുകൊണ്ട് കുതിര കച്ചവടം എന്ന് പറയാം. ആസാമിലെ അല്ലെ ഈ ശിവസേന തകർത്തത് ആസാമിൽ വെച്ചാണല്ലോ. എല്ലാ ശിവസേനയുടെ MP MLA-മാരെ മുഴുവൻ ആസാമിലാണല്ലോ കൊണ്ട് താമസിപ്പിച്ചത്. ഇവരെ ആ സമയത്ത് ഡൽഹിയിലോട്ട് കൊണ്ടുവന്നു, ബംഗാളിലുള്ള ആളുകൾ ഡൽഹിയിലോട്ട് കൊണ്ടുവന്നു. ഇത് അങ്ങനെ സംഭവിക്കാറുണ്ട്. എന്തായാലും നമ്മുടെ രാഷ്ട്രീയത്തിൽ ഉദ്ധവ് താക്കറെ പറഞ്ഞ സാധനമുണ്ട്, കണ്ട ഓട്ടോ ഡ്രൈവർമാരെ എല്ലാം പിടിച്ച് സ്ഥാനാർത്ഥിയാക്കുകയും MLA ആക്കുകയും മന്ത്രിയാക്കുകയും ചെയ്ത് എന്നെ പറഞ്ഞാൽ മതിയല്ലോ, കിട്ടിയ പൈസക്ക് ഓട്ടോ റിക്ഷ നല്ല റൂട്ടിൽ പൈസ കിട്ടി, കൂടുതൽ പൈസ കിട്ടുന്ന റൂട്ടിൽ പോകുന്ന സ്വഭാവമാണ് ഷിൻഡെ കാണിച്ചതെന്ന് പറഞ്ഞു. അത് രാഷ്ട്രീയത്തിൽ ഉള്ളത്. എന്തായാലും കേരള രാഷ്ട്രീയം മിന്നുകയാണല്ലേ?
കേരള രാഷ്ട്രീയവും ദേശീയ രാഷ്ട്രീയവും ഒക്കെ ഏതാണ്ട് ഒരു അറ്റ്പാർ പോലെ അല്ല ഒന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ പണത്തിന്റെ കേസ് കേരളത്തിൽ അപൂർവമായി സംഭവിക്കുന്നതാണ്. അതെ. നാഷണൽ ലെവലിൽ ഇത് ഒരുപാട് സംഭവിക്കാറുണ്ട്. പല പാർട്ടികളുണ്ട്. പല പാർട്ടികളുണ്ട്, ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കാറുണ്ട്. പക്ഷെ കേരളത്തിൽ വളരെ റെയറായിട്ടൊക്കെയാണ് ഇത്. ഇപ്പോൾ BJP ഉണ്ടായത് മറ്റേ 2009 മുല്ലപ്പള്ളി രാമചന്ദ്രൻ്റെ ഇലക്ഷനിലെ പണം മോഷണം പോയത്, വടകരയിലുണ്ട് ഭീഷണത്തിന്റെ പൈസ പണം പോയത്. അപ്പം എന്തായാലും ഇത് കേരളത്തിനൊരു പാഠമാണ് അല്ലേ? ഇത്തരം ഒരു സംഭവം അപൂർവമാണെങ്കിൽ അതുകൊണ്ട് തന്നെയാണ് മാധ്യമങ്ങൾ അത് മാത്രമല്ല, ഞാനിത് പാഠമായിട്ടല്ല കാണുന്നത്. പണം വരുന്നു എന്നുള്ളത് വരുന്നുണ്ട്, പണം വരുന്നുണ്ട്. അത് നന്നായി കേരളത്തിൽ ആ ഒരു മാതൃകാ ഇലക്ഷൻ രീതിയല്ല കേരളത്തിൽ. പണം ഇറക്കി തന്നെ കേരളത്തിൽ സീറ്റ് നേടേണ്ടി വരുന്ന ഒരു അവസ്ഥയിലേക്ക് കേരളം എത്തിക്കൊണ്ടിരിക്കുന്നു. എന്തായാലും അല്ല, പണത്തിന്റെ വേറൊരു കണക്ക് ഞാൻ ഒന്നും കൂടെ പറയാം. 2009 അല്ലെ 2014 പാർലമെന്റ് ഇലക്ഷനിൽ CPIക്കെതിരെ ആരോപണം ഉണ്ടായിരുന്നു. കത്തോലിക്ക ക്രിസ്ത്യൻ സഭയിൽ നിന്ന് പൈസ മേടിച്ചു, 4 കോടി രൂപ മേടിച്ചിട്ടാണ് സ്ഥാനാർത്ഥിക്ക് സീറ്റ് കൊടുത്തത്. തീർച്ചയായിട്ടും തിരുവനന്തപുരത്ത്. എന്നിട്ട് CPIയുടെ അന്വേഷണ കമ്മീഷൻ എന്താ പറഞ്ഞത്? 4 കോടി ഇല്ല, 1,75,00,000 മേടിച്ചിട്ടുള്ളൂ. അതെ. അതിന്റെ എന്റെ ഉത്തരം 1,75,00,000 ഒഫീഷ്യലി കാണിച്ചതാണ്, മറ്റേത് ക്യാഷ് ആയിട്ട് വന്നു. ബെനറ്റിന്റെ സ്ഥാനാർത്ഥി. അപ്പൊ കേരളത്തിലും ഇതൊക്കെ ഉണ്ട്. ആരെങ്കിലും ഒക്കെ തുടങ്ങി വെച്ചു കൊടുക്കും. ഏറ്റവും ഒടുവിൽ BJPയിലേക്ക് എത്തും ആണ് അവസ്ഥ. എന്തായാലും വളരെ നന്ദി. നമുക്ക് വീണ്ടും കാണാം ഡൽഹിയിലെ വിശേഷങ്ങളുമായിട്ട്. നമസ്കാരം.